എന്താ ഉണ്ടാക്കുന്ന അതുണ്ടോ ഒരു ഫേവറേറ്റ് ഷോപ്പില് ഉണ്ടോ അതുണ്ടാക്കും അതോ അത് അത് വീഡിയോ എടുക്കാനാ ഏത് വീഡിയോ എടുക്കാനാ ഷോപ്പ് ഫ്ലവർ ഷോപ്പോ ഫ്ലവർ കോളിഫ്ലവർ ഇയമ്മ എവിടെയാണ് വർക്കിലെടുത്തു. ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ കോളിഫ്ലവറാണ്. അപ്പോൾ ഇത് കോളിഫ്ലവർ ഇവിടെ കണ്ടപ്പോൾ ലൈബ് എന്നെ അങ്ങനെ വിളിച്ചു കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. മാമി വായ നമുക്കിത് ഉണ്ടാക്കുക വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അത് അങ്ങനെ വിളിച്ചു കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ 2-3 ഉണ്ട് നന്നാക്കാൻ. അപ്പോൾ ഞാനും തൻവിയും കൂടി അങ്ങനെ ഇതാ നിൽക്കുകയാണ് കേട്ടോ. രണ്ടാളും കൂടിയാണ് നിന്ന് കഴിഞ്ഞാൽ വേഗം കഴിയുമല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും വേഗം നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ലൈബ് അത് അവിടെ വന്നിരിക്കണമൊക്കെ ഉണ്ട്, അതിൻ്റെ അടിയിൽ നീച്ച് പോകണമൊക്കെ ഉണ്ട് കേട്ടോ. അവൾ ഓരോന്നിങ്ങനെ പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് വരുമ്പോൾ ഒക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ നന്നാക്കലൊക്കെ അവിടെ അങ്ങനെ കഴിഞ്ഞിക്കണു. ഇനി ഇത് നല്ല ചൂട് വെള്ളത്തിൽ നമുക്ക് കുറച്ച് നേരം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. നമുക്കെന്നാൽ അഞ്ഞത് ചെയ്യാം. എടുക്കട്ടെ ഓള് കാണണത്ര നിൽക്കേ. ആ ഇഞ്ഞിട്ടോ മേത്തക്ക് തെറിച്ചുള്ള ചൂടുവേണം ചേർത്ത് ആഴ്ത്തുന്ന എൻ്റെ മേത്തക്ക് തെറിക്കൂലേ. അമ്മ എന്താ ഇത് ഉണ്ടാക്കണെന്നാവല്ലേ? ഫ്രൈ ആണോ അന്നുണ്ടാക്കിയ പോലെ എന്നാവോ ഗ്രേവി ആയിട്ട്? അത് രസം ഉണ്ടായിരുന്നു അല്ലേ അന്നത്തെ? കുറച്ചു നേരം ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞപ്പൊടിയും. അപ്പം എങ്ങനെയാണ്? അപ്പം നമുക്ക് കോളിഫ്ലവർ എന്താ വേണ്ട പറ. ഗേബിയോ? ആ ഗേബി. ആ അപ്പം അന്ന് ഇയമ്മ ഉണ്ടാക്കിയ പോലെ ഇയമ്മ വെക്കുമ്പോൾ ഞമ്മക്ക് കാണാം. ഓക്കെ. ആ അങ്ങനെ ഇതാ നമ്മളെ കോളിഫ്ലവർ ഇത് നല്ലോണം ചൂടാറൊക്കെ ചെയ്ത് കൊണ്ടിട്ട്. അപ്പോൾ ഞാൻ മസാല തേക്കട്ടെ വിചാരിച്ചിട്ട് ഇതങ്ങനെ ചെമ്പട്ടിയൊക്കെ എടുത്ത് വന്നിക്കാണ്. അപ്പോൾ ഇത് കവറിലുള്ളത് കോൺഫ്ലവറാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ കവറിലാണ്. അപ്പോൾ ഞാനതിങ്ങനെ കട്ടയിക്കണതിൻ്റെ ഇടയിൽ ഇതാ ലൈബ് കയറി വരുന്നു. കുട്ടി പറഞ്ഞു കൊടുക്കണം. പറയാം കോളിഫ്ലവർ അറിയില്ലേ? ഇത് കോളിഫ്ലവർ പറ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കണ കോളിഫ്ലവറാണ്. ആ എൻ്റെ കുട്ടി പറഞ്ഞു കൊടുക്കണം. ആ അപ്പം നമ്മളിത് പൊടിയിട്ട് വേണം കേട്ടോ. ആ അപ്പം നമ്മൾ പൊടിയിട്ടോ. അപ്പോൾ ഞാനിതിലിങ്ങനെ പൊടിയിടുമ്പോൾ ലൈബ് ഇതിലിങ്ങനെ കളിക്കുകയാണ് കേട്ടോ. ഓൾക്ക് ഇതൊക്കെ തന്നെ പരിപാടികൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ നിന്നാൽ. ഇതെന്താണെന്ന് പറയുന്നത് പറഞ്ഞു കൊടുക്ക്. മുളക് പൊടി എത്ര ടീസ്പൂൺ? ഒന്നിട്ട്. ഇതെന്താണ്? എന്താണ്? ചതച്ചത്. ഇട്ടോ കളറ് കഴിഞ്ഞിക്ക. ഇനി എന്താ നമ്മളിതിൽ ഇട്ടിട്ടില്ല? എന്തൊരു സാധനം മറന്നിക്കണേ? ഇട്ടിട്ടില്ലേ? നോക്കിട്ടിടാന്. അത് നോക്കി ഇതെന്താ ഇട്ടത്? ഇതൊരു പാട്ട് പാടി കൊടുത്താ? ഇത് കുഴച്ച് റെഡി ആക്കുമ്പോ തന്നെ ഒരു പാട്ട് പാടി കൊടുക്ക. കുഞ്ഞിലാക്കാൻ്റെ മോള് അത് കുറച്ചുള്ളൂ. അപ്പൊ തോനുള്ള പാട്ടിനടുത്ത റിച്ചുവിന്റെ പാട്ട് പാടി കൊടുക്കുക. പാടി കൊടുക്കേ. പാടി കൊടുക്ക. അല്ല ഇപ്പൊ പാടും. ഇത് പൊരിച്ചിട്ട് നമുക്ക് വേണോ? പൊരിച്ചിട്ട് കൊടുക്കണ്ട. എങ്ങനെയാണ്?
കൊമ്മക്കാരക്കായ കുഞ്ഞപ്പൻ്റെ വാപ്പ അതിൻ്റെ പോലെ ചാത പച്ചാത ഉസമാനം ഇങ്ങനെ തുടുതുടു ആക്കണുണ്ടോ വേറാണ് ഇത് മത്തിരാണ് കൊമ്മക്കാരക്കോയ കുഞ്ഞപ്പൻ്റെ വാപ്പ ചെയ്യുന്നതിൻ്റെ പോലെ ചാത പച്ചാത ഉസമാനം എന്റെ പറഞ്ഞു ചാത പന്നിനാന ഉന്നമാന എന്റെ പറഞ്ഞു ചാത പാടിക്കൊടുക്കേ നമുക്കത് പൊരിച്ചിട്ട് കാണാം അവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ മറക്കണ്ട കേട്ടോ നമ്മളെ പൊരിച്ച് കഴിഞ്ഞിട്ട് മതി കേട്ടോ ബൈ. അങ്ങനെ ഇതാ കോളിഫ്ലവർ ഇതാ ഞാൻ അവിടെ പൊരിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് മസാല തേച്ചതൊരു അരമണിക്കൂർ നേരം ഞാൻ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ മാറ്റി വെക്കുമ്പോൾ നന്നായി എന്താ മസാല പിടിക്കൂട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഞാൻ അതൊരു അരമണിക്കൂർ നേരം അങ്ങനെ മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ് കേട്ടോ. അത് അങ്ങനെ ഇതാ ഞാനത് പൊരിക്കാൻ വേണ്ടി നിന്ന് കുറേശ്ശെ അങ്ങനെ പൊരിച്ചെടുക്കാൻ വിചാരിച്ചിട്ട്. പിന്നെ ലൈബ് പറഞ്ഞു നമുക്ക് ഗ്രേവി രൂപത്തിൽ ഉണ്ടാക്കാമെന്നാണ് അവൾ പറഞ്ഞിരുന്നു. പക്ഷേ കുട്ടികൾ തിന്നില്ലെങ്കിലോ വിചാരിച്ചിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മളവിടെ പൊരിക്കലൊക്കെ ഇതാ ഒരു വിധം കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുന്നുണ്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനി മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട്. നമുക്കിന്ന് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.